ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മോദി വീണ്ടും തിളങ്ങുകയാണ്. മോദി വീണ്ടും വളരും എന്നുകൂടിയാണ്. അത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമാണ്. ആ മോദിയുടെ വളർച്ചയാണ് പലരെയും അസഹിഷ്ണുതയുള്ളവരാക്കി തീർത്തത്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ മോചിതനായി ഇറങ്ങുന്ന അവസരത്തിൽ ഉന്നയിച്ച ഒരു കാര്യമുണ്ടല്ലോ, മോദിക്ക് 75 വയസ്സിൽ വിരമിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അത് BJPയുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. ഇപ്പൊ പിണറായി വിജയൻ ഇനിയിപ്പോൾ LDF വീണ്ടും അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ ആയിരിക്കുമോ LDFന്റെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അത് LDF തീരുമാനിക്കേണ്ട, CPM തീർച്ചപ്പെടുത്തേണ്ട കാര്യമാണ്. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതിനകത്ത് കോൺഗ്രസിനോ BJPക്കോ പങ്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദി 75 വിരമിക്കണമോ അതല്ല ഇനി 29 മോദി മത്സരിക്കണമോ എന്നുള്ള കാര്യം അത് പാർട്ടിയുടെ ആഭ്യന്തരമാണ്. ഇതിനകത്ത് ഏറെ ചർച്ച ചെയ്തത് കോൺഗ്രസ്സുകാരും അതുപോലെ ആം ആദ്മിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളുമാണ്. ഈ കഴിഞ്ഞ മാസം 75 മോഹൻ ഭാഗവതും അതുപോലെ തന്നെ നരേന്ദ്രമോദി ഇവരൊക്കെ വിരമിക്കുന്നു എന്നായിരുന്നു പലരും ഒക്കെ കൊട്ടിഘോഷിച്ച് നടന്നത്. അല്ല, നരേന്ദ്രമോദി വിരമിച്ചു കഴിഞ്ഞാലും BJP മുന്നോട്ട് പോകില്ല എന്ന് കരുതുന്നവർ ധാരാളമുണ്ട്. ഈ RSS ആണ് അതിൻ്റെ ഒരു വലിയ ബ്രെയിൻ എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. ഇവര് ഇനി വരാൻ പോകുന്ന 25 വർഷത്തേക്കുള്ള കാര്യങ്ങൾ പോലും വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ളവരാണ്. അല്ലാതെ കോൺഗ്രസിനെ പോലല്ല. കോൺഗ്രസിനകത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വേണ്ട തരത്തിലുള്ള പ്ലാനിങ് ഇല്ലാതെ വരുന്നത്. 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടാണ് നരേന്ദ്രമോദി രംഗപ്രവേശം ചെയ്യുന്നത്. കേശുഭായ് പട്ടേലിനെ മാറ്റി അപ്രതീക്ഷിതമായി ഔചാരിതമായിട്ടാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഗുജറാത്ത് കലാപത്തിനെതിരെ വൻ ആരോപണങ്ങളും വലിയ വിവാദത്തിൻ്റെ നടുക്കടലിൽ പെട്ട് നിൽക്കേണ്ടിയും വന്നു എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമായ അമേരിക്കയിലേക്ക് കാലുകുത്താൻ പറ്റാത്ത സ്ഥിതിയായി. ഇന്നോ അവർക്ക് നോക്കിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ പോലുള്ള ഒരു വ്യക്തിയുടെ വരവിന് വേണ്ടി അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വികാസ് പുരുഷനായി മാറി എന്നുള്ളതാണ്. അത് 2014 മുതൽ നമ്മൾ കാണുന്നതാണ്. 2014-ലും 19-ലും പിന്നീട് വന്ന് 24-ലുമാണ് ആ മോദിയുടെ തിളക്കം. ഇനി അത് 2029 വരുമ്പോഴും മോദിയെ തന്നെ മുന്നിൽ നിർത്തും. ഈ 2014 അതായത് UPA സർക്കാരിൻ്റെ ഭരണം തൊട്ടുമുമ്പിൽ നിരവധി അഴിമതി ആരോപണങ്ങളിൽ പെട്ട് നിൽക്കുകയാണ് UPA സർക്കാർ. അങ്ങനെ അഴിമതി ആരോപണങ്ങളിൽ പെട്ട് നിന്ന ആ സർക്കാരിനെ ഇവിടെ നിന്ന് എന്നേക്കുമായി തുടച്ചു മാറ്റിയിട്ടാണ് BJP അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോഴേക്കും തന്നെ ഈ 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഗുജറാത്തിൽ കൂടി തിളങ്ങി, അതുപോലെ തന്നെ ഗുജറാത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങളിലും പെട്ട് അദ്ദേഹത്തിന് പരിവേഷം തന്നെ നഷ്ടപ്പെടുമോ എന്ന് പോലും സംശയിച്ചു. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ്, കുറ്റവിമുക്തനായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ പിന്നിൽ വ്യവസായികളുടെയും മൂലധന ശക്തികളുടെയും ഒരു വലിയ വിഭാഗം തന്നെ അണിനിരന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ UPA സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിന്നതും 2014 BJPക്ക് അധികാരത്തിലേക്ക് വരാനുള്ള ഒരു തുടക്കമായി. 2014 കേന്ദ്രം ഭരിക്കുമ്പോൾ അവർക്കൊരു പ്രധാന അജണ്ടയാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കോൺഗ്രസ് മുക്ത ഭാരതമാക്കി മാറ്റുക എന്നുള്ളത്. അതാണ് നമ്മൾ പിന്നീട് കണ്ടത്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് മേൽവിലാസം പോലും നഷ്ടപ്പെട്ടു. ചില സംസ്ഥാനങ്ങളിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടികളുടെ ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ സ്ഥിതിയും നമുക്കറിയാവുന്നതാണ്.
ഏക പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത്, ഒരു പച്ചത്തുരുത്തായിട്ട് നിൽക്കുന്നത് കേരളം മാത്രമാണ്. ഡൽഹിയിലെ എന്നേക്കുമായിട്ട് തൂത്തെറിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ ബീഹാറിലെ കാര്യം നോക്കൂ. ബീഹാറിലൂടെ വീണ്ടും നരേന്ദ്രമോദി തിളങ്ങുകയാണ് ചെയ്യുന്നത്. വീണ്ടും മോദി യുഗത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അവിടെ കോൺഗ്രസിന്റെ മേൽവിലാസം തന്നെ നഷ്ടപ്പെടുകയാണ്. ഇന്ത്യ മുന്നണി തന്നെ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അവിടെ ആ തേജസ്വിയുടെ തിളക്കം തന്നെ എവിടെ പോയി? രാഹുൽ ഗാന്ധി എവിടെ പോയി? അപ്പോൾ ബീഹാറിൽ നിന്ന് ഇനിയിപ്പോൾ വരാൻ പോകുന്ന പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബീഹാർ ഊർജം പകരുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബീഹാറില് ഇന്ത്യ മുന്നണി ഉണ്ടായി, ആ വളരെ ശക്തിയോടുകൂടിയൊക്കെ അവർ രംഗത്തേക്കൊക്കെ വന്ന് നോക്കി. വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി ആവുന്നത്ര ബഹളമുണ്ടാക്കി നോക്കി. പക്ഷേ എങ്ങും ഏശിയില്ല എന്നുള്ളതാണ്. ബീഹാറിലെ സ്ത്രീജനങ്ങളാണ് തീർച്ചപ്പെടുത്തിയത് അവിടെ NDA മുന്നണി തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വരണം എന്നുള്ളത്. ബീഹാറിൽ വൈദ്യുതി എത്തിക്കുന്നതിൽ നിതീഷ് കുമാർ വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. ബീഹാറിൽ എല്ലായിടത്തും വൈദ്യുതി ഇല്ലായിരുന്നു. അപ്പോൾ എല്ലായിടത്തും വൈദ്യുതി എത്തുക, ഇത്തരത്തിൽ പലതരത്തിലും പിന്നാക്കമായിരുന്നു ഈ സംസ്ഥാനം. പ്രത്യേകിച്ച് ശൗചാലയങ്ങളുടെ കാര്യത്തിൽ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഒരു പ്രാകൃത ജനവിഭാഗത്തെ പോലെയാണ് അവർ ജീവിച്ചിരുന്നത്. അതിനൊക്കെ തന്നെ മാറ്റം വരുത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ BJPയുമായിട്ടുള്ള ഒരു സഖ്യം വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ആ സംസ്ഥാനത്തിന് കൂടുതൽ വികസന കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയും എന്നുകൂടിയാണ് ഇതിൽ കൂടി സൂചന നൽകുന്നത്. എന്തായാലും ബീഹാറിൽ BJPക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു തിളക്കം, ഇത് ഇവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, ഇനിയിപ്പോൾ ബംഗാളിലും തമിഴ്നാട്ടിലും ആസാമിലും കേരളത്തിലുമാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ഇവിടേക്ക് ഇതിൻ്റെ ഒരു കാറ്റ് വീശാനുള്ള സകല സാധ്യതകളുമാണ് കാണുന്നത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് നിൽക്കുന്നു. അതിൽ പോലും ഈ BJP മുന്നണിക്കൊരു അനുകൂലമായ തരത്തിൽ കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ്. കാരണം രാജ്യം പൊതുവെ NDA മുന്നണിയിലേക്ക്, BJP നയിക്കുന്ന മുന്നണിയുടെ കുടക്കീഴിലേക്ക് അണിനിരന്നിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ കോൺഗ്രസിൽ വലിയ ചാഞ്ചാട്ടം തന്നെ സംഭവിക്കും. ദേശീയ തലത്തിലായാലും പ്രാദേശിക തലത്തിലായാലും ബീഹാറിൽ കൂട്ടത്തോടെ അതുണ്ടാകും. കോൺഗ്രസിലെ നിന്ന് നല്ല തരത്തിലെ ഇക്കാര്യത്തിലേക്ക് ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അത് 2014 നമ്മൾ കണ്ടതാണ്. നരേന്ദ്രമോദി സർക്കാർ ആദ്യം വന്നപ്പോൾ 19 അത് ആവർത്തിച്ചു. പിന്നിപ്പോൾ 24 ജയിച്ചു പോയിരിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ചെന്നിരിക്കുന്ന MP-മാർക്ക് അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് തന്നെ തിരികെ വന്നാൽ മതി എന്നുള്ള രീതിയിൽ ഇപ്പൊ കേരളത്തിലെ MP-മാർക്ക് തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാനാണ് കൂടുതൽ താല്പര്യം. ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് 26 അധികാരത്തിൽ വരും എന്നാണ് കോൺഗ്രസ്സുകാരുടെ കണക്കുകൂട്ടൽ. പക്ഷെ BJP ഇവിടെയും അതിശക്തമായി മാറുകയാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ബീഹാറിൽ നിന്നൊരു നല്ല ശുഭസൂചകമായിട്ടുള്ള ഒരു ചൂണ്ടുപലകയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.